ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു ശരിക്കും പറഞ്ഞാൽ രാധികയ്ക്ക് കൊടുക്കുന്നത് ഇടിവെട്ടു പണി തന്നെയാണ്. പക്ഷേ അതൊന്നും അറിയാതെ രാധികയെയും രാധിക ശരിക്കും പറഞ്ഞാൽ ഗീതുവിനെ ട്രാപ്പിലാക്കുകയാണ് ചെയ്തത്. രാധികയ്ക്ക് പേടി, ഗീതു എങ്ങാനും ഇനി ഒറ്റയ്ക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഗോവിന്ദൻ്റെ അരികിലേക്ക് പോകുമോ, ഇനി താൻ അറിയാതെ ഗീതു ഗോവിന്ദൻ്റെ മുറിയിൽ പോയി കിടക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗീതുവിൻ്റെ ഒരു കെണിയിലും വീഴരുതെന്നും പറഞ്ഞു മകന് ഉപദേശിക്കലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അങ്ങ് ചെന്നതാണ്. മകൻ അന്നേരത്തേക്കും ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ ഗെറ്റ് ഔട്ട് അടിക്കുകയും ചെയ്തു. ഇവനോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളൊരിതിൽ രാധികാമ്മ അങ്ങ് പോണു. അങ്ങനെ രാധികാമ്മ അങ്ങ് ചെന്ന് നമ്മുടെ ഗീതുവിനെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചഴിച്ചു കൊണ്ടുവന്ന് സ്വന്തം റൂമിലേക്ക് കിടത്തുന്നു. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുവാണേ. ഗോവിന്ദനാണെങ്കിൽ നല്ല ഉറക്കവും. ഈ സമയത്ത് ഗീതു ആണെങ്കിൽ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രാധികയുടെ കൂടെ മുറിയിലേക്ക് പോവുക. അപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും ഈ ഒരു സിറ്റുവേഷനിൽ ഗീതുവിന് കറക്റ്റായിട്ട് അങ്ങ് അറിയില്ലല്ലോ. ഗീതു അങ്ങനെ അങ്ങ് പോണു. ഗീതു ഈ സമയത്ത് അതും ഇതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഗീതുവിനോട് നിന്നെ ഞാൻ ശരിയാക്കി തരാവടി, നീ എന്നെ ചതിച്ചിട്ട് ഗോവിന്ദൻ്റെ കൂടെ അങ്ങോട്ട് ഉല്ലസിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് രാധിക ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്നൊക്കെ ഇങ്ങനെ ഗീതുവിനോട് പറയാതെ പറഞ്ഞുകൊണ്ടാണ് രാധിക ഗീതുവിനെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നത്. എന്തായാലും ഗീതുവിനെ കൂട്ടിക്കൊണ്ട് രാധിക മുറിയിലേക്ക് പോയത് രാധികയുടെ കഷ്ടകാല സമയത്താണ്. മുറിയിലേക്ക് കയറിയപ്പോഴേക്കും അപ്പോൾ ഗീതുവിനോട് വളരെ റഫായിട്ടാണ് പെരുമാറുന്നത്. ശാരീരികമായിട്ടും ഒക്കെ ഗീതുവിനെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. അങ്ങനെ ഗീതുവിനെ മുറിയിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ കിടന്നാൽ മതി, ഇനിയിപ്പം നിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുകയല്ല, നിന്നെ ഞാൻ ശരിയാക്കി തരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശാത്തി ഗീതുവിനെ മുറിയിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയി വാതിലടച്ച് പൂട്ടി. അത് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ അവിടെ നിന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് ഗീതു ഇങ്ങനെ അതും ഇതെല്ലാം പറഞ്ഞു വാതിലിൻ്റെ അരികിലേക്ക് പോയി. അപ്പോൾ ഗീതുവിനോട് തൻ്റെ ഉള്ളിലെ ദേഷ്യം അല്ലെങ്കിൽ ഗോവിന്ദനോട് ഗീതു പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നിന്ന് ഈ രാധിക റിവൈൻഡ് അടിക്കുക. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു പതുക്കെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വാതിൽ പൂട്ടിയിട്ട് ആ താക്കോൽ ഊരി ഇങ്ങനെ എടുത്തു. കണ്ടോ ഞാൻ എന്താ ചെയ്തതെന്ന് കണ്ടോ എന്നൊക്കെ ഗീതു ചോദിച്ചപ്പോൾ നീ എന്ത് പണിയാടി കാണിച്ചതെന്ന് ചോദിച്ചു. അതെ, ഞാൻ ഈ വാതിലടച്ച് ആ വാതിലിൻ്റെ താക്കോൽ ഊരിയെടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഈ താക്കോൽ എടുത്തുകൊണ്ട് കട്ടിലിനെ മറികടന്നുകൊണ്ട് അതെടുത്തോ ജനലിലൂടെ ഒരൊറ്റ എങ്ങോട്ട് എറിഞ്ഞു, എവിടെ എറിഞ്ഞു ആർക്കും അറിയില്ല. നീ എന്താടി ഈ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് രാധിക ഭയങ്കരമായിട്ട് ഒച്ച വെക്കുമ്പോഴേക്കും ഈ കാര്യം തന്നെയാണ് ഞാൻ അവിടെയും ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ രാധികാമ്മ അതിന് സമ്മതിച്ചില്ലല്ലോ. രാധികാമ്മ എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലേ, അപ്പം പിന്നെ ഞാൻ അവിടെ ചെയ്യാനിരുന്ന കാര്യം ഇവിടെ ചെയ്തു, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ഗീതു. എൻ്റെ ദൈവമേ, എന്തു വരേണ്ട നേരത്താണോ ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ രാധിക നിന്ന് ചിന്തിക്കുന്നു. ഈ നട്ട പാതിരാത്രിക്ക് എവിടെ എന്ന് പോയി തപ്പിയെടുക്കാനാ? അഥവാ ഇനി തപ്പിയെടുക്കാൻ ആരോടെങ്കിലും പറഞ്ഞാലോ, അതും പ്രശ്നമല്ലേ. രാധിക ശരിക്കും പെട്ടു. ഗീതു ആണെങ്കിൽ വെളിവില്ലാത്തത് കൊണ്ട് ഒരു മിനിറ്റ് നേരം ഈ രാധികയ്ക്ക് സ്വസ്ഥത കൊടുത്തിട്ടുമില്ല. അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ രാധികയുടെ ഉറക്കം മുഴുവൻ കളഞ്ഞുകൊണ്ട് അങ്ങനെ വിരകി നടക്കുക മുറിയിൽ. രാധികയെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഓരോ കാര്യങ്ങൾ ഒപ്പിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടി പുറത്തിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക. കാരണം മകളിട്ട ഒപ്പ് അതിനെ മറികടന്നുകൊണ്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു മുറിയിൽ കഴിയുകയാണെന്നാണല്ലോ രണ്ടുപേരും വിചാരിച്ചത്. ഇതിൻ്റെ ഇടയിൽ കയറി ഈ രാധിക കളിച്ച കളിയൊന്നും അവർക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം നടക്കുന്നത് കൊണ്ട് അവർക്ക് ആകെ ഒരു ടെൻഷനും കാര്യങ്ങളും. അങ്ങനെ അവർ പുറത്തോടെ ഇങ്ങനെ പുതപ്പും ചുറ്റി ഇതിലേ നടക്കുന്ന സമയത്താണ് നമ്മുടെ അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അയ്യപ്പേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്തിനാ ഈ രാത്രി ഈ മുറ്റത്തോടെ ഇങ്ങനെ കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അയ്യപ്പ, ഞങ്ങൾക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്വപ്നം കാണുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഈ പാതിരാത്രിക്കാണോ നിങ്ങൾ സ്വപ്നം കാണുന്നതെന്ന് അയ്യപ്പേട്ടൻ ചോദിക്കാം. അതെ, ഞങ്ങൾക്ക് ഒരാനയെ വാങ്ങിക്കണം. ആ ആനയെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആനയുടെ പാപ്പാൻ താനാകുമോടോ എന്നൊക്കെ ചോദിച്ച അയ്യപ്പേട്ടനോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഉറക്കപ്പിച്ചിൽ അതും ഇതും പറയുന്നതാണെന്നാണ് പാവ അയ്യപ്പേട്ടൻ വിചാരിച്ചത്. കാരണം ഇവരുടെ കയ്യിൽ കാശുള്ള കാര്യമൊന്നും അയ്യപ്പേട്ടൻ അറിഞ്ഞൂടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തനിക്കൊന്നും വേറെ പണിയില്ലേ, അതല്ലേ എന്ന് ചോദിച്ചാൽ അയ്യപ്പേട്ടൻ ഇങ്ങനെ ഇവരെ കളിയാക്കുകയും ചെയ്തു. പക്ഷേ ഇവർ പറഞ്ഞതെല്ലാം കാര്യങ്ങളാണെന്ന് അയ്യപ്പേട്ടന് പാവത്തിന് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഇവർ രാത്രി മുറ്റത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതു ഇങ്ങനെ കരയുന്നു, ചിരിക്കുന്നു, അതുപോലെ ഓരോന്ന് വിളിച്ചു പറയുന്നു, അങ്ങനെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നു. അപ്പോൾ എപ്പോഴാണ് ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നതെന്നുള്ള ഒരു ഇതിൽ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് വിറച്ച ആ മുറിയിൽ രാധിക ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കുക. എന്താ പറയുന്നത്, രാധികയെ മുറിയിലിട്ട് പൂട്ടിയിട്ട് ഗീതു എടുത്തിട്ട് പെരുമാറുവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം. അപ്പോൾ പേടിച്ച് വരച്ച് നമ്മുടെ രാധിക ഇങ്ങനെ മുറിയുടെ മൂലൊക്കെ ഇരിക്കുന്നു. നേരം വെളുത്തു നമ്മുടെ ഗീതു പതുക്കെ കണ്ണ് തുറന്നപ്പോൾ
ഞാനിത് എവിടെയാണെന്ന് ചുറ്റിനും നോക്കിയപ്പോൾ ദേ രാധിക സൈഡിൽ ഊഞ്ഞി പിടിച്ചിരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഞാനങ്ങനെ ഈ മുറിയിൽ വന്നതെന്ന് ചോദിച്ചു. അയ്യോ എന്നൊന്നും ചെയ്യരുതേ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റേ. അപ്പോൾ രാധിക ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഗീതുവിന് മനസ്സിലായി. ഇപ്പം എന്തായാലും സ്വബോധത്തിലാണല്ലോ. രാധിക എന്തോ പേടിച്ചിരിക്കുകയാണെന്ന് ഗീതുവിന് മനസ്സിലാകുകയും ചെയ്തു. ഗീതു കിട്ടിയ അവസരം എടുത്തിട്ടങ്ങ് പെരുമാറി. അപ്പം ഞാനങ്ങനെ ഈ മുറിയിൽ വന്നത് വാതിൽ തുറക്കുക എനിക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴേക്കും നീ അല്ലേടി ഇന്നലെ വാതിലിൻ്റെ താക്കോലെടുത്ത് വലിച്ചെറിഞ്ഞതെന്ന് ചോദിച്ചു രാധിക. ഞാൻ വാതിലിന് താക്കോലെടുത്ത് എറിഞ്ഞെന്നു, നിങ്ങൾക്കിതെന്താ പറ്റിയത്? ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ഗീതു പറഞ്ഞു. ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്നൊക്കെ പറയുമ്പോൾ താക്കോല് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. എന്നോടേ രാവിലെ എഴുന്നേറ്റ് സംഗീതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഞാനത് മറന്നുപോയല്ലോ. നിന്നോട് ആരാടി സംഗീതത്തിൻ്റെ എന്നാ ചെയ്യാനാടി പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അതെ എന്നോട് രാവിലെ തന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആര്? വിജയലക്ഷ്മിയുടെ. അതും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇരുന്ന് സരിഗമപദനിസ ചൊല്ലാൻ തുടങ്ങി. അതും കാളരാഗം പോലെ അങ്ങ് ഈ പറയുന്ന രാധികയെ തകർത്തുകൊണ്ടാണ് ഗീതു ഇങ്ങനെ ആ ഒരു പ്രകസനം അല്ലെങ്കിൽ പ്രകടനമൊക്കെ നടത്തുന്നത്. അങ്ങനെ ഒച്ചത്തിൽ അലമുറ ഇട്ടുകൊണ്ട് നമ്മുടെ ഗീതു രാധികയെ അവിടെ ഇട്ട് മേരിക്ക് ഓടിച്ച് മടക്കി കുപ്പിയിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക അയ്യോ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ചെവിയും പൊത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. അതിനുശേഷം ഭിത്തിയിൽ പോയി തലയിടിക്കുന്നു, കൈ ഇടിക്കുന്നു. എന്നെയൊന്നും വെറുതെ വിടടിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ? ഞാൻ ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാക്കിയില്ല. രാധികാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ രാധികാമ്മ ഇവിടെ നിന്ന് പൊയ്ക്കോ. എനിക്ക് എന്തായാലും എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റുള്ളൂ. സാധകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറയുക. എന്നിട്ട് ഗീതു വീണ്ടും സരിഗമ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ പതുക്കെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴും തലയ്ക്കൊരു കനം പോലെ. ഇതെന്താ പറ്റിയത്, എനിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ളൊരിതിൽ ഗോവിന്ദൻ ഇങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ വല്ലാത്തൊരിതൊക്കെ ആക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് ഗോവിന്ദനും അറിയില്ല. കാരണം അതുമാതിരി കാര്യങ്ങളാണല്ലോ നടന്നത്. ഈ സമയത്ത് ഇത്രയും നേരമായിട്ടും രാവിലെ കുറേ സമയമായിട്ടും ഗീതുവിനെയും കാണാനില്ല, അതുപോലെ തന്നെ രാധികാമ്മയെയും കാണാനില്ല. ഇവർ രണ്ടുപേരെയും കൂടെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോയി എന്നുള്ളൊരിതിൽ റൂമിൽ വന്നിങ്ങനെ കൊട്ടി വിളിക്കുക അവരെല്ലാവരും കൂടെ ചേർന്ന്. അപ്പോഴേക്ക് രാധിക അകത്തു നിന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്, ഡോറിൻ്റെ താക്കോൽ അവിടെ എവിടെയോ വീണു പോയി എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും വീണു പോവേ, പിന്നെ എല്ലാവരും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാം, ഇപ്പോൾ താക്കോൽ കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു രാധിക. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അതിൽ നടന്ന് താക്കോല് തപ്പോ എവിടെ കിട്ടാൻ. നമ്മുടെ ഗീതുവാണെങ്കിൽ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്ത് ഈ പറയുന്ന നമ്മുടെ രാധികാമ്മയെ എടുത്തിങ്ങനെ ഉടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഗീതുവിനെ ആ ഒരു കെണിയിൽ പെടുത്താൻ വിചാരിച്ചുകൊണ്ടിരുന്ന രാധിക തന്നെ കെണിയിൽ വീണു. പിന്നെ എല്ലാവരും തപ്പി കുറേ തപ്പി കഴിഞ്ഞപ്പോഴേക്കും താക്കോല് കിട്ടി. പിന്നെ താക്കോലും കൊണ്ട് വന്ന് ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴോ ഗീതുവിൻ്റെ തലയിലേക്ക് ആ കുറ്റവും ചുമത്തിക്കൊണ്ട് ഇങ്ങനെ രാധിക വലുതാകാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഗോവിന്ദൻ വന്നിട്ട് ഗീതുവിനോട് ചോദിച്ചു എന്താ ഗീതു എന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ഇന്നലെ രാധികാമ്മ നിർബന്ധിച്ചതിനെ രാധികാമ്മയുടെ മുറിയിൽ വിളിച്ച് കിടത്തിയതാണെന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദനോട് പറഞ്ഞു. ഗീതു ആരാ പൊന്നുമോളെ, രാധികയുടെ ഒരടവും ഗീതുവിൻ്റെ അടുത്ത് നടക്കാൻ പോണില്ല. എന്തായാലും മൊത്തത്തിൽ ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഗീതുവിനും ഗോവിന്ദനും യാതൊരു നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ നുണയാണോ എന്ന് ഗോവിന്ദനിട്ട് മനസ്സിലാകുന്നതുമില്ല. അങ്ങനെ മൊത്തത്തിൽ രാധികയ്ക്ക് കണ്ടകശനിയാണ് എന്നാണ് തോന്നുന്നത്. കണ്ടകശനി കൊണ്ടേ പോകുള്ളെന്ന് പറയില്ലേ, ഗീതു എന്ന കണ്ടകശനി രാധിക എന്ന സാധനത്തിനെയും കൊണ്ടേ പോകുള്ളൂ. അത് 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായ എപ്പിസോഡുകളും ഒക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുതേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടേക്ക് കെയർ, ബൈ.